ക്രിപ്റ്റോ പവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ മാർക്കറ്റിനെ കുറിച്ചാണെങ്കിൽ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്ത് നിങ്ങളും കണ്ടിട്ടുണ്ടോ? ഈ ഒരു മാർക്കറ്റ് ഇങ്ങനൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ആരും വീഡിയോ ചെയ്യില്ല. എല്ലാവരും പമ്പാകുമ്പോൾ മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒരു 500 സബ്സ്ക്രൈബർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ചാനലൊന്നും വലിയ രീതിയിൽ വ്യൂവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ ഈ ടെലിഗ്രാം അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ലല്ലോ. അതൊക്കെ തന്നെയാണ് വ്യൂ കുറയാൻ കാരണം. അപ്പം അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ബിറ്റ്കോയിന് $1,00,000 കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 3 മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രംപ് വന്നതെന്നാണ് ജനുവരി 20-നാണ് ട്രംപ് അധികാരത്തിൽ ഇരുന്നത്. ആ ഒരു കയറിയത് അന്ന് തൊട്ട് ക്രിപ്റ്റോ താഴോട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഫാക്ടർ ട്രംപ് വന്നിട്ട് ട്രംപ് ക്രിപ്റ്റോയെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. ടാരിഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തന്നെ അടുത്തൊരു ടാരിഫ് വന്നു. അപ്പം അതിൻ്റെ അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് കാരണം ബിറ്റ്കോയിൻ പോട്ടെ, ബിറ്റ്കോയിനൊക്കെ ഇത്രയും മൂവ്മെൻറ്റ് ആയിട്ട് ഇത്ര ഒരു ക്രാഷേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൾട്ടോയിൻ്റെ അവസ്ഥയാണ് നോക്കേണ്ടത്. ഇപ്പോൾ എതേറി ഇപ്പം നമുക്ക് മന്ത്ലി ക്യാൻഡിലൊന്ന് നോക്കാം. ഈ ഒരു 3 മാസം 4 മാസം കൊണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ട് ആ ഒരു $4,109 നിന്ന് ക്രാഷ് ആയതാണ്. ഇപ്പോൾ ഇത് ഫെബ്രുവരിയിലാണ് ഏറ്റവും വലിയൊരു ക്രാഷ് ആയിരുന്നു, 32%. ഇപ്പോൾ തന്നെ ഒരു 17-18% ഇപ്പോഴും ഈ ഒരു ഇന്നോളം തീരുകയാണ്. ഈ ഒരു ക്വാർട്ടർ വൺ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ 2020 ഒരു ഹാൽവിങ്ങിന് ശേഷം 2021 ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ഒരു ക്വാർട്ടർ വൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായിരുന്നു. ഇപ്പോൾ എതേറിയത്തിൻ്റെ ഈ ഒരു സിനാരിയോ നമുക്ക് 2024 ഇത് ഫെബ്രുവരിയാണ്. 2024 ഫെബ്രുവരിയിൽ നിങ്ങൾ എതേറിയത്തിന് നോക്കിയേ, അന്ന് ഹാൽവിങ് ആവുന്ന ഒരു വർഷം ആവുന്നേ ഉള്ളൂ 2024. ആ ഒരു ടൈമിൽ ഫെബ്രുവരി ആയപ്പോൾ എതേറിയം $1,061 പമ്പായി. ആ ഒരു ലോയും ആയി ഒക്കെ നോക്കുക. അതിനുശേഷം മാർച്ചിലും ഒരു പമ്പായിരുന്നു. പക്ഷേ ഏപ്രിലൊരു നല്ല രീതിയിൽ തന്നെ ഡംപ് ക്യാൻഡിലായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെയും ചിലപ്പം ഏപ്രിൽ ഈ പറയുന്ന പോലെ ഈ ഒരു സെയിം സിറ്റുവേഷൻ വരാതിരിക്കാം. പിന്നെ ചിലപ്പോൾ മെയ്യിൽ ഒരു ഡംപ് വരാതിരിക്കാം. എന്ന് വെച്ചാൽ എതേറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു വളരെ മോശമായിട്ടുള്ളൊരു വർഷമെന്ന് പറയാം എതേറിയത്തിൻ്റെ അവസ്ഥയിൽ. എന്ന് വെച്ചാൽ 2018 ശേഷം ക്വാർട്ടർ വണ്ണ് നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ് എതേറിയം തന്നെയല്ല, ഭൂരിഭാഗം ആൾട്ടോയിനും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതൊരു ആൾട്ടോയിനും നിങ്ങൾ എന്തൊക്കെ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ, അതായത് ഡിസംബർ തൊട്ട് തന്നെ, കഴിഞ്ഞ വർഷം 2024 ഡിസംബർ തൊട്ട് തന്നെ ആൾട്ടോയിനൊക്കെ നല്ല രീതിയിൽ ക്രാഷ് ആവാൻ തുടങ്ങി. ഇതുവരെ ഒരു ആൾട്ടോയിനും നല്ല രീതിയിൽ റിക്കവർ ആയിട്ടില്ല. ഇപ്പോൾ RW ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, ഏത് ബേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം നല്ല രീതിയിൽ ഡമ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നല്ല പാനിക്കല്ലേ. ഈ ഒരു അവസ്ഥയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ബിറ്റ്കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ബിറ്റ്കോയിൻ ഇനിയും താഴെ പോവും. അപ്പം അത് ഓർത്ത് ഇനിയും താഴെ പോയിട്ട് മേടിക്കാമെന്നല്ല നമ്മൾ വെക്കേണ്ടത്. നമ്മളിപ്പോൾ എന്തൊക്കെയാലും ബൈ ചെയ്യുക. നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡ് എടുക്കുകയാണെങ്കിൽ 2x 3x ലിവറേജ് എടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോഴേ ഒന്ന് ട്രൈ ചെയ്യുക. എന്താ വെച്ചാൽ ഇതുകൂട്ടൊരു അവസരം ഇനിയും ചിലപ്പോൾ കിട്ടില്ല. ഇനിയിപ്പോൾ നാളെ നല്ല രീതിയിൽ പമ്പായിട്ട് അവിടെ ചെന്നിട്ട് ഇനി മേടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ഇപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്പോട്ടിലായാലും ബൈ ചെയ്യാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇപ്പോഴും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾട്ടോയിനെല്ലാം തിരിച്ച് കയറുക തന്നെ ചെയ്യും. അല്ലാതെ നിങ്ങളിപ്പം മേടിക്കുന്നില്ല, ഇനിയും താഴെ പോകുമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരുന്നാൽ ഇതെല്ലാം തിരിച്ച് കയറുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ബൈ ചെയ്താൽ എന്തോ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം ബൈ ദ ഡിപ്പ്. ഇപ്പോൾ ആരും ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ എടുത്തില്ല. ബിറ്റ്കോയിൻ താഴെ പോയി, അതാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താണ്, ആർക്കും ഒരു വീഡിയോ ഇടാൻ വയ്യ. ഇതെങ്ങാനും നല്ല രീതിയിൽ പമ്പാവുന്ന സമയത്ത് മാത്രം കുറേ വീഡിയോ ചെയ്യും. അതൊക്കെയുള്ള ആളുകൾ, ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇന്നാണെങ്കിൽ ക്വാർട്ടർ വണ്ണ് തീർന്നു. അതായത് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് മാർച്ച് 31. അപ്പം എന്തൊക്കെയായാലും ഇനിയൊരു ഡംപ് ഉണ്ടാവില്ലെന്നല്ല, പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയൊരു പമ്പ് ഉണ്ടായാൽ നല്ല രീതിയിൽ തന്നെ പമ്പാവും. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെയാണ് ആൾട്ടോയിനെല്ലാം ഡിപ്പായേക്കുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ഇപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നല്ല ആൾട്ടോയിനും പിന്നെ ബിറ്റ്കോയിൻ എന്തൊക്കെയാലും ബൈ ചെയ്യുക. ബിറ്റ്കോയിൻ മേ ബി 74K വരെ പോകുമെന്ന് പറയുന്നു. ചിലപ്പോൾ അവിടെ എത്തില്ല, നമ്മളെയൊക്കെ നല്ല രീതിയിലൊരു പാനിക്കാക്കും. അപ്പോൾ എല്ലാവരും പേടിച്ച് സെല്ലാക്കും. അത്രേ ഉള്ളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഇവിടെ നിങ്ങൾ പാനിക്കായി മൊത്തത്തിൽ സെല്ല് ചെയ്താൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ബൈ ചെയ്യാം. അത് ഫ്യൂച്ചർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലിവറേജ് 2x 3x മാത്രം എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഏപ്രിലൊക്കെ ഓൾറെഡി ബിറ്റ്കോയിൻ അത്ര മോശപ്പെട്ട മാസമാണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഇത്ര ഒരു ഡമ്പുള്ള സമയത്ത് ചിലപ്പോൾ 1x 2x ഒക്കെ അടിക്കും. ബിറ്റ്കോയിന് എന്തൊക്കെയാലും മൂവ്മെൻറ്റ് ഉണ്ടാകും. ബാക്കി ആൾട്ടോയിൻ്റെ അവസ്ഥയിൽ നമുക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം ഒരിക്കലും പറ്റില്ല. അപ്പം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എതേറിയാലും എടുക്കാം. അപ്പം ഓപ്പർച്യൂണിറ്റി വിട്ട് കളയേണ്ട. നാളെ ഇനി പമ്പായിട്ട് കുറേ പേര് വീഡിയോ കൊണ്ട് വരും, എന്ത് പമ്പായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നമ്മൾ ചാർട്ട് ബേസ് ഒന്നും നോക്കാൻ പറ്റത്തില്ല ഒരു ആൾട്ടോയിനും. ചാർട്ട് ബേസ് നോക്കിക്കൊണ്ടിരുന്നാൽ ഇപ്പോൾ ഒന്നും നടക്കില്ല. ചാർട്ട് ബേസ് നോക്കേണ്ട ഒരു സമയമുണ്ട്. മാർക്കറ്റ് നല്ലതായിട്ട് സ്റ്റേബിൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ സ്പോട്ടിലോ ഫ്യൂച്ചറിലോ ഒക്കെ ബൈ ചെയ്യാം. എങ്ങനെയായാലും ഇനിയൊരു ഡംബോടെ വന്നിട്ടായാലും തിരിച്ച് കയറും, അത് ഉറപ്പാണ്. അപ്പം വിട്ട് കളയേണ്ട, അത്രേ ഉള്ളൂ. അപ്പം ക്വാർട്ടർ വണ്ണ് എന്തൊക്കെയായാലും നല്ല മോശപ്പെട്ട ഒരു മാസമായിട്ട് ഈ ഒരു വർഷം 3 മാസം, അതായത് ക്വാർട്ടർ വണ്ണ് വളരെ മോശപ്പെട്ടൊരു സമയം തന്നെ ആയിരുന്നു ക്രിപ്റ്റോയ്ക്ക്. ക്വാർട്ടർ 2 നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ എല്ലാവരും നല്ല പാനിക്കിലാണ്, എല്ലാവരും ലൂസിലാണ്.
ഷോർട്ടേഴ്സ് മാത്രം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. ഫ്യൂച്ചർ ലോങ് എടുത്തവരെല്ലാം ഇപ്പോൾ ലിക്വിഡേഷനാണ് ഈ ഒരു 3 മാസം കൊണ്ട്. അപ്പം മാർക്കറ്റ് തിരിച്ചു വരും. ഇപ്പം നല്ലൊരു അവസരമാണ് ഇത് ബൈ ചെയ്യുക. എന്ന് വെച്ചാൽ ഉള്ള ഫണ്ട് എല്ലാം കൂടെ ഒരു ആൾട്ട് കോയിനിലോ അല്ല ബിറ്റ് കോയിന് മാത്രമുള്ള ഫണ്ട് എല്ലാം കൂടെ ഇടണ്ട. ബിറ്റ് കോയിന് ഒരു 80% ഇട്ടാലും ബാക്കി 20% സ്പോട്ടിൽ മറ്റുള്ള ആൾട്ട് കോയിന് ഇടുക. അത്രയുള്ള അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആ ഒരു പാനിക്കോ കാര്യങ്ങളോ ആണ് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.